ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖനായ മുജാഹിദ് നേതാവായ ഹുസൈൻ മടവൂരിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വഹാബികളല്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുജാഹിദ് നേതാവ് ഞങ്ങൾ വഹാബികളല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് രീതിയിൽ ചില ഇസ്ലാമിക പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് കരുതി ഞങ്ങൾ അതിൻ്റെ പേരിൽ ചേർത്ത് വെക്കേണ്ടതില്ല, ഞങ്ങൾ വഹാബികളല്ല എന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഹുസൈൻ മടവൂർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഈ വഹാബി പ്രസ്ഥാനം ലോകത്തുണ്ടാക്കിയിട്ടുള്ള അപകടകരമായിട്ടുള്ള ആശയപ്രചരണങ്ങളും അതുമൂലം സമൂഹത്തിലുണ്ടായിട്ടുള്ള വലിയ അപകടങ്ങളും സംഭവങ്ങളുമൊക്കെ ലോകത്ത് വിലയിരുത്തപ്പെടുന്ന ഘട്ടമെത്തിയപ്പോ ഞങ്ങൾ വഹാബികളല്ല എന്ന് ഇവർക്ക് പരസ്യമായി വിളിച്ചു പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ അപകടകരമായ ആശയത്തെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാനും അതിന്റെ അപകടങ്ങളെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും അത്തരം ആളുകളെ അത്തരം ആശയങ്ങൾ പിൻപറ്റുന്നത് സമൂഹത്തിൽ ശരിയല്ലാത്ത ഒരു കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ തുറന്നു പറയേണ്ട ഘട്ടമെത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും ഈ വഹാബി പ്രസ്ഥാനത്തിനെതിരെ നിരന്തരമായി നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ, ആശയ പ്രതിരോധങ്ങൾ ഈ സമൂഹത്തിൽ ഫലം ചെയ്തു എന്നതാണ് അതിന് ഉത്തരം. ഏതാനും ആഴ്ച മുമ്പാണ്, ഒരാഴ്ച പോലും ആയിട്ടില്ല, 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്കിടയിൽ, ചാനലുകളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായിട്ട് നടത്തിയിട്ടുള്ള ഒരഭിമുഖം. അത് പിന്നീട് മറ്റു പല മാധ്യമങ്ങളിലും, സാമൂഹ്യ മാധ്യമങ്ങളിലും, പത്രമാധ്യമങ്ങളൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകി എന്നത് ഒരു ചർച്ചാ വിഷയമല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മൗദൂദികളല്ല, ഞങ്ങൾ മൗദൂദികളല്ല. മുഹമ്മദ് അബ്ദുൽ വഹാബാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചത് എന്നത് ശരി, പക്ഷേ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ എല്ലാ ആശയങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഞങ്ങളെ മൗദൂദികൾ എന്ന് വിളിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അത്തരം ഒരു ആശയമില്ല, മൗദൂദിയുടെ പല ആശയങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് തെറ്റിപ്പോന്ന ഒരാൾ പ്രഖ്യാപനം നടത്തിയതല്ല.